ഹലോ എവരിവൺ. ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിന് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ഫസ്റ്റ് 30 മിനിറ്റ്സ് അതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക് ഔട്ട് 25,873.50 ആണ് ഇന്നത്തെ ഹൈ വന്നിട്ടുള്ളത്. അതിന് ശേഷം ഒരു ഡൗൺഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സപ്പോർട്ട് ലെവലായിട്ട് 25,727.40 ലെവലിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാം. 25,800 trading around 100. പുട്ട് ഓപ്ഷൻ 25,800 100 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് എൻട്രീസ് എടുക്കാം. കോസ്റ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് 25,800 പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 CR ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 10 പോയിൻറ്റ്സ് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. 110 ലെവൽ, 125 ലെവലിലേക്കൊരു അപ്പ് മൂവാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു 720 ലെവലിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു 50 പോയിൻറ്റ്സ് ഡൗൺ ആവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കോസ്റ്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് 25,800 പുട്ട് ഓപ്ഷൻ. യെസ്, 1 lakh 3 lakh ലോസിലാണ്. 6 lakhs. നമുക്കിവിടെ നിന്ന് കുറച്ചുകൂടി എൻട്രീസ് ആവറേജ് ചെയ്യാം. കുറച്ചുകൂടി എൻട്രീസ് എടുക്കാം. ഓൾമോസ്റ്റ് 1.5 CR ആണ് നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. $7 lakhs ലോസിലാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു അപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട് ലെവൽ ഒരു പുൾ ബാക്കിന് ശേഷം ഒരു അപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 720 ലെവലിലേക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. നമുക്ക് നോക്കാം.
10 lakhs loss. യെസ്, ബാക്ക് ടു 100ലേക്ക് വരുമോ നോക്കാം. ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം ഒരു പുട്ട് ഓപ്ഷൻ നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ വരുമോ നമുക്ക് നോക്കാം. 720 ലെവലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സപ്പോർട്ട് ലെവൽ 25,720, 790ലാണ് ട്രേഡ് ചെയ്യുന്നത്. 25,790. വൺസ് ഈ ഒരു ട്രേഡ് 100 അല്ലെങ്കിൽ 110 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 1.5 CR നമ്മൾ ഇൻവെസ്റ്റഡ് മാർജിൻ, അവൈലബിൾ മാർജിൻ 3 CR ഉണ്ട്. $25,800 ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂ മോർ എൻട്രീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. $15-16 ലാക്സിലാണ് ലോസ് വന്നിട്ടുള്ളത്. 20 ലാക്സിലേക്ക് എത്തി. 87-88 ലെവൽ, 25,800 പുട്ട് ഓപ്ഷൻ 88 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 85 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു റെസിസ്റ്റൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 25,820 ലെവൽ, മേ ബി ആ ഒരു ലെവലിൽ നിന്നൊരു
പ്രൈസ് റിജക്ഷൻ വരികയാണെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടി എൻട്രീസ് എടുക്കാം. 50% ലോഡ് ആക്കി വയ്ക്കാം. ഓൾമോസ്റ്റ് 30 lakhs ലോസിലേക്കാണ് വന്നിട്ടുള്ളത്. $30 lakhs loss. $77.50. ഇത് അഗെയിൻ ഒരു സപ്പോർട്ട് ലെവലാണ് പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ. പക്ഷേ 820 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം ഓൾമോസ്റ്റ് ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവൽ വരെ വരാൻ സാധ്യതയുണ്ട്. നിഫ്റ്റി സ്പോട്ട് ലെവൽ, അതിനും ഇടയിൽ നമുക്കൊരു പുൾ ബാക്ക് വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഇനിയുള്ള അഡീഷൻസ് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 30-40 ലാക്സ് ലോസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുട്ട് ഓപ്ഷനിലുള്ള ഡയറക്ഷൻ കൺഫേം ആയതിനു ശേഷം മാത്രം ഇനിയുള്ള എൻട്രീസ് കൊടുക്കാം.
ഇനി നെക്സ്റ്റ് ഒരു 5 മിനിറ്റ്സ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 83 ലെവലാണ് റെസിസ്റ്റൻസ് ലെവൽ. 83 ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനിയൊരു അപ്പ് മൂവ് 25,800 പുട്ട് ഓപ്ഷനിൽ വരാൻ സാധ്യതയുള്ളൂ. 25,800 പുട്ട് ഓപ്ഷൻ 83 ലെവൽ. നമ്മളൊന്നും ചെയ്യുന്നില്ല, പൊസിഷൻസ് ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്യാം. ആവറേജ് ചെയ്യാൻ ഇനി നമുക്ക് ആവറേജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓൾമോസ്റ്റ് 2 CR നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 1.97 CR ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 40 lakhs ലോസാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ചിട്ട് വലിയ നമ്പേഴ്സിലേക്ക് വരും, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും. അപ്പോൾ അത് നമ്മൾ യൂസ് ടു ആവുക, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ക്യാപിറ്റൽ വലുതാകുമ്പോൾ ലോസും പ്രോഫിറ്റും രണ്ടും വലുതാവും, ഒരു റിസ്ക്കും റിവാർഡും വലുതാവും. അതുകൂടാതെ നമ്മുടെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളതും 100 ലോട്ട്സിൻ്റെ പകരം നമ്മൾ 200 ലോട്ട്സാണ് എടുത്തിട്ടുള്ളത്, ക്യാപിറ്റൽ കൂടുതലായതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക്കും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 83 ലെവലിനാണ് വെയിറ്റ് ചെയ്യുന്നത്. 83 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലിലേക്ക് വെയിറ്റ് ചെയ്യാം. 83 ലെവൽ വന്നിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എഗെയിൻ ഒരു ഡൗൺഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം പുട്ട് ഓപ്ഷനിൽ. അതായത് മാർക്കറ്റ് തിരിച്ച് കയറുന്നത് കാണാം. ഇപ്പോൾ അറൗണ്ട് 80ലേക്ക് വന്നിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, ഓൺലി 1 പൊസിഷൻ ഇൻ പ്രോഫിറ്റ്സ്, ബാക്കി എല്ലാ പൊസിഷനും ലോസിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 83 ലെവൽ, 77.5 ലെവലാണ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത്. 25,800 പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 89 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 89 then 100, 83, 89, 100 നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ലോസ് 30 lakhsലേക്ക് എത്തിയിട്ടുണ്ട്. 40 lakhsൽ നിന്നും 30 lakhs 40 ലക്ഷത്തിൽ നിന്നും 30 ലക്ഷത്തിലേക്ക് വന്നിട്ടുണ്ട്. 83 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 83 വന്നു. 82.6 ആണ് വന്നിട്ടുള്ളത്. ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. 83 ലെവൽ സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺഫോൾ അല്ലെങ്കിൽ ഒരു പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്പ് മൂവാണ് ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഒരു
ക്രിട്ടിക്കൽ പോയിന്റിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു എൻട്രി എടുത്തതിന് ശേഷം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡൗൺഫോൾ വന്നു. ഇപ്പോൾ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 100 ലെവലിലേക്ക് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് 100 ലെവലിലേക്ക് വരാനായിട്ട് ഇതൊരു 2 ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്, 83 ആൻഡ് 89. ഇപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ, അതായത് റെസിസ്റ്റൻസ് ലെവൽ ഫോം ചെയ്തു എന്ന് നമുക്ക് പറയാം. മേ ബി ഒരു 25,750 ലെവൽ അല്ലെങ്കിൽ 780 ലെവലിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. പുൾ ബാക്ക് 25,780 ലെവലിലേക്ക് പുൾ ബാക്ക് വരുമെന്നാണ് ഞാൻ നോക്കുന്നത്. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് 83 ലെവൽ ബ്രേക്ക് ചെയ്ത് 89 ലെവൽ ഓർ 100 ലെവൽ നമുക്ക് നോക്കാം. ലോസ് 25 ലാക്സിലേക്ക് വന്നിട്ടുണ്ട്. 83 ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴും നമ്മുടെ റിസ്ക് റിമെയിൻസ് ദ സെയിം. റിസ്ക് വളരെ ഹൈ ആണ്. നേക്കഡ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ റിസ്ക് ഹൈ ആണ്. നമ്മുടെ കയ്യിലുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് അവൈലബിൾ മാർജിൻ 2.6 CR ഉണ്ട്, അവൈലബിൾ മാർജിൻ. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഇൻ കേസ് ഇത് അഗെയിൻസ്റ്റ് പോവുകയാണെങ്കിൽ ഇതിനെ ഹെഡ്ജ് ചെയ്ത് റിക്കവർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ലോസ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പൊസിഷനെ നമ്മൾ ഹെഡ്ജ് ചെയ്യണം. ഇനി ആവറേജ് ചെയ്യേണ്ടി വരും തോന്നുന്നില്ല. ആവറേജ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ കുറച്ച് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഇനി ആവറേജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 83 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്യാം. 25,780 ലെവലിലേക്ക് വരുമോ നോക്കാം. ഒരു 20-30 പോയിൻറ്റ്സിൻ്റെ ഒരു പുൾ ബാക്ക് കൂടി വരാനുണ്ട് സ്പോട്ട് ലെവലിലാണെങ്കിൽ. നെക്സ്റ്റ് റെസിസ്റ്റൻസ് 89 ആണ്. 25,800 പുട്ട് ഓപ്ഷനിൽ 89 ലെവലിലേക്ക് വരുമെന്നാണ് നമുക്കിനി നോക്കേണ്ടത്. 83 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. മേ ബി ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ 89 ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. $30 lakhs loss. ഓൾറെഡി 20-25 മിനിറ്റ്സ് കഴിഞ്ഞു ഈ ഒരു ട്രേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് 20-25 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്ക് 25 ലാക്സ് ആണ് ലോസ് ഉള്ളത്. വെയിറ്റ് ചെയ്യാം. 83 ലെവൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
currently trading around 83, 82 level. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞ് നോക്കാം. 83, 89, 100. ഇപ്പോൾ കറൻ്റ്ലി 1.97 CR ആണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 2 CR ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 28 lakhs ആണ് ലോസ്. അപ്പോൾ നമ്മുടെ പൊസിഷൻസ് 95 എത്തിയിട്ടുണ്ട്, കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 94 നമ്മൾ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ 780 ലെവലിലേക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു പുൾ ബാക്ക്. കറക്റ്റായിട്ടത് വളരെ കൃത്യമായി 25,780 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ് 100. യെസ്, നമുക്ക് ഇതിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം. യെസ്, നല്ല പ്രോഫിറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 14 lakhs പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ട്രേഡായിരുന്നു അത്. നമ്മൾ കൂടുതലായിട്ടുള്ള അഡീഷൻ നമ്മൾ ചെയ്തിട്ടില്ല. അറൗണ്ട് നമ്മുടെ സപ്പോർട്ട് ലെവൽ, ഈ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട്, അതായത് 25,820 ലെവൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു ലെവലിൽ നിന്ന് കൃത്യമായിട്ട് അത് 25,780 ലെവലിലേക്ക് ഫോൾ ചെയ്തു. അപ്പോൾ ആ ഒരു ഫോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബുക്ക് ചെയ്തു. ഇപ്പോൾ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 115 ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് മേ ബി ഒരു എൻട്രി കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കാം. 125 ലെവലിലേക്കാണ് വരാൻ പോകുന്നത്. യെസ്, ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 125 ലെവൽ ഈ ഒരു 1 minute ക്ലോസിങ്ങിന് ശേഷം നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്ത 720 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. പിന്നെ ഈ ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ 125 ലെവൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. യെസ്, 115, 17, 25 ആണ്. നമ്മളാകെ 60 lakhs മാത്രമേ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല. ഓൾമോസ്റ്റ് 120 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. മേ ബി 100ലേക്ക് പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓൾറെഡി നമ്മളൊരു 14-15 lakhs ബുക്ക് ചെയ്തു. യെസ്, 122, 125 ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. നമുക്കൊരു 3.5 lakhs കൂടി നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ ഓവറോൾ നമുക്ക് ഈ ഒരു ട്രേഡിൽ നമുക്ക് കൃത്യമായിട്ട് 16 lakhs നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ 40 lakhsോളം നമ്മൾ റിസ്ക് എടുത്തു. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തത് വെറും 15 ലക്ഷം രൂപയാണ്. 16 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മളിതിൽ 40 lakhs ട്രേഡ്, നമ്മൾ 40 lakhs റിസ്കിലേക്ക് പോയത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഒരു മൂവ്മെൻറ്റ്, ഒരു പുൾ ബാക്ക്, കുറച്ചധികം പുൾ ബാക്ക് വന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടണം എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കൃത്യമായ ലെവൽസ് വരുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എടുക്കാൻ പറ്റുന്ന റിസ്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ചില പൊസിഷൻസിൽ നമ്മൾ 1 lakh 2 lakh ലോസിലേക്ക് മാത്രമേ പോയിട്ടുണ്ടാവില്ല. ആ പൊസിഷൻസിൽ നമ്മൾ 10 to 15 lakhs ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം എടുക്കുന്ന ട്രേഡ്സിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പെർഫെക്റ്റ് ആയിട്ടുള്ള ലെവൽസിൽ എൻട്രി എടുക്കുക. നമ്മൾ ആ ഒരു 94 വന്നപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് 100 വന്നപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തു. അതൊരു ടാർഗറ്റ് തന്നെയാണ്. 100 ലെവൽ ബ്രേക്ക് ചെയ്തു. മേ ബി ഒരു പുൾ ബാക്ക് 80 ലെവലിലേക്ക് അല്ലെങ്കിൽ 25,800 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് സ്ട്രെയിറ്റ് ആ ഒരു 77.50 ലെവലിൽ നിന്ന് പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 25,820 ലെവലിൽ നിന്ന് സ്ട്രെയിറ്റ് നമ്മുടെ 25,750 ലെവലിലേക്ക് ഫോളോ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇപ്പോൾ നമ്മുടെ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം നോക്കുകയാണെങ്കിൽ 110 ലെവലിലാണ്, 107 ലെവലിൽ എത്തിയിട്ടുണ്ട്. അത് 100ലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എൻട്രി കൂടെ നമുക്ക് എടുക്കാം. ഒരു സപ്പോർട്ട് ലെവലാണ്. 125 നമ്മൾ കൃത്യമായിട്ട് ബുക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. ഓൾറെഡി രാവിലെ ഞാൻ കപ്പിൾ ഓഫ് ട്രേഡ്സ് ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് ഒരു 33 ലാക്സ് പ്രോഫിറ്റിലാണ്. ഇന്നത്തെ ഓപ്പണിംഗ് 4.43 CR അപ്പോൾ എന്തായാലും ഇന്നലെ മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു, മഹാരാഷ്ട്ര ഇലക്ഷൻസ് കാരണം. അപ്പോൾ ഇനി നാളെയും മറ്റന്നാളെയും മാർക്കറ്റ് ഹോളിഡേ ആണ്, വീക്കെൻഡാണ്. അപ്പോൾ ഇനി മൺഡേ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും തുടർന്ന് വീഡിയോസ് വാച്ച് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. വീഡിയോസ് തുടർച്ചയായിട്ട് വാച്ച് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യുക ഒരു വീഡിയോ തന്നെ, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. എന്തായാലും നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.